കറണ്ട് അഫയേഴ്സും റീസണിംഗും ടഫായിരുന്നു. ജനറൽ അവയർനെസ്സും ഇങ്ങനെ ടൈം കിട്ടിയായിരുന്നതോ? ടൈം കുറച്ച് പാടായിരുന്നു. മാത്സും റീസണിങ്ങും ടൈം കുറച്ച് കുറവായിരുന്നു. ഹായ് ഓൾ, വെൽക്കം ടു വരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ്. ഇവിടെ നമ്മുടെ SBI ക്ലർക്ക് മെയിൻസിന്റെ എക്സാം നടക്കുകയാണ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റി എന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസിനോട് തന്നെ ചോദിച്ചു നോക്കാം. കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ഇപ്പം വാക്കൻസിയും കൂടുതലുണ്ടോ, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട്. കോണ്ട് ഈസി ആയിരുന്നു, ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ എളുപ്പമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്രോക്സിമേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഈസി ആയിരുന്നു. പിന്നെ 2 സീരീസിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മിസ്സിംഗ് നമ്പറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അത് ഈസി ആയിരുന്നു. അപ്പോൾ കോണ്ട് കമ്പാരിറ്റീവ്ലി ചെയ്യാൻ പറ്റുന്നതായിരുന്നു. റീസണിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രിക്കി പാർട്ടായിരുന്നു. അതിലും 2 പസിലൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. SOT ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. SOT ഈസി ആയിരുന്നു. SOT പിന്നെ ഒരു പസിലും ഈസി ആയിരുന്നു. ബാക്കി റീസണിങ് കമ്പാരിറ്റീവ്ലി കോണ്ടും റീസണിങ് വെച്ച് നോക്കുമ്പോൾ റീസണിങ് കുറച്ച് ടഫായിരുന്നു. പിന്നെ ഇംഗ്ലീഷും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര കടുകെട്ടി വാക്കുകളൊന്നും ചോദിച്ചില്ല, എന്നാലും കുഴപ്പമില്ല, ഒരു 30 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് GAയിൽ കൂടുതലും ഡിസംബർ മാസത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ട് വേൾഡ് കപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സന്തോഷ് ട്രോഫിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സസൈസിനെ പറ്റി, ഇന്ത്യയും ഒരു രാജ്യവും കൂടെ ചേർന്ന ഒരു എക്സസൈസിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ GA കുഴപ്പമില്ലായിരുന്നു. നമുക്കൊരു കവർ ചെയ്ത് ബുക്ക് കഴിഞ്ഞാൽ ഒരു 15 ഓക്കെ ആയിരുന്നു അടിക്കാം. എത്ര അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു? എനിക്കൊരു 80-85 റേഞ്ചിലുണ്ടായിരുന്നു. ആക്യുറസി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 3 ഷിഫ്റ്റ് ഉണ്ട്. ഇന്നിനി ഉച്ചയ്ക്ക് ഒരു ഷിഫ്റ്റ് ഇപ്പം കയറിയിട്ടുണ്ട്, 12 ഉച്ചയ്ക്ക് ശേഷം ഒരു ഷിഫ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ 3 ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ആക്യുറസി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുമോ അതനുസരിച്ച്. റീസണിംഗ് കുറച്ച് ടഫായിരുന്നു. ജനറൽ അവയർനെസ്സും ടഫായിരുന്നു. ഇങ്ങനെ ടൈം കിട്ടിയായിരുന്നതോ? ടൈം ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു ടഫ്നെസിന്റെ ലെവലാണ്. GK എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്? കറണ്ട് അഫയേഴ്സും റീസണിംഗും ടഫായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? മെയിൻസിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. കുറച്ച് പാടായിരുന്നു. എത്ര അറ്റംപ്റ്റ് ഉണ്ട്? അറ്റംപ്റ്റ് ഒരു 80 എടുത്തു. ഏറ്റവും ഡിഫിക്കൽട്ട് ഏതായിരുന്നു? ഇംഗ്ലീഷ് കുറച്ച് പാടായിരുന്നു. എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു? ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സ് കുറച്ച് നല്ല പാടായിരുന്നു. മാത്സ് വിചാരിച്ച അത്ര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. റീസണിങ്ങും കുഴപ്പമില്ലായിരുന്നു. ടൈം കിട്ടിയായിരുന്നു ഫുൾ അറ്റംപ്റ്റ് ചെയ്യാൻ? മാത്സും റീസണിങ്ങും ടൈം കുറച്ച് കുറവായിരുന്നു. എത്ര അറ്റംപ്റ്റ് ഉണ്ട്? 90 സംതിങ് ഉണ്ട്. അപ്പൊ മെയിൻസ് മോക്കൊക്കെ ചെയ്ത് നോക്കിയപ്പോ നല്ല പാടായിരുന്നു. മോക്ക് വെച്ച് നോക്കുമ്പോ മാത്സ് ഒക്കെ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നി. പിന്നെ കറണ്ട് അഫയേഴ്സ് നല്ല പാടായിരുന്നു. കുറച്ച് പാടായിരുന്നു. സാധാരണ കോൺസ് ആണല്ലോ ടഫ് ആക്കാറ്. തവണ റീസണിങ്ങും CAയും കുറച്ച് ടഫായിരുന്നു. ഇങ്ങനെ ടൈമിന്റെ പ്രശ്നം ഉണ്ടായിരുന്നതോ? ടൈം കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? അല്ല, രണ്ടു കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇങ്ങനെ ടഫായിരുന്നതോ? കമ്പാരിറ്റീവ്ലി കോൺസ് ആയിരുന്നു എനിക്ക് നല്ല പാട്. അപ്പൊ ഇത്തവണ കോൺസ് സെക്ഷൻ അറ്റൻഡ് ചെയ്തപ്പോ കുറച്ച് ഹാപ്പി ആയിരുന്നു, നല്ലപോലെ ചെയ്തല്ലോ. പക്ഷെ റീസണിങ് ഭയങ്കര പാടായിരുന്നു. എത്ര അറ്റംപ്റ്റ് ഉണ്ട്? 87 എന്തോ. ടഫായിട്ട് GA മാത്സ് എങ്ങനെയായിരുന്നു? ഈസി ടു മോഡറേറ്റ്. റീസണിംഗ് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? ഫസ്റ്റ് അറ്റംപ്റ്റ്. ടൈം കിട്ടിയായിരുന്നോ? കുഴപ്പമില്ല. എങ്ങനെ ഏറ്റവും ഡിഫിക്കൽട്ട് ഏതായിരുന്നു? ഇല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ടൈം കൺസ്യൂമിംഗ്. എത്ര അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു? 66. ടൈം കിട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? ഫസ്റ്റ് അറ്റംപ്റ്റ്. എങ്ങനെയായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഈസി ആയിരുന്നു. വിചാരിച്ച ഇത്ര ടഫ് അല്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. വലിയ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ബേസ് ഒന്നും അങ്ങനെ കുറവായിരുന്നു. റീസണിംഗ് എളുപ്പമായിരുന്നു. റീസണിംഗ് ഒക്കെ ആയിരുന്നു. എങ്ങനെയാണ് എക്സാം എങ്ങനെയായിരുന്നു? സാർ കുഴപ്പമില്ലായിരുന്നു. കമ്പാക്റ്റിൽ പ്രതീക്ഷിച്ചാലും കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. സെക്ഷൻ വൈസ് പറയുവാണെങ്കിൽ GA നോക്കുന്നതനുസരിച്ച് കിട്ടുള്ളൂ. ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ഒരു 30 എന്നാലും അടിക്കാൻ പറ്റും. 40% 30 അടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ നമ്മൾ അടിച്ച മോക്ക് വൈസ് നോക്കുമ്പോൾ കമ്പാക്റ്റിൽ കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. റീസണിംഗ് ആയിരുന്നു ഉള്ളത് കുറച്ച് പാട്. ക്വാണ്ടാണ് കമ്പാക്റ്റിൽ നല്ല എളുപ്പമായിരുന്നു. ഐ മീൻ ഒരു 30 എന്നാലും അടിക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു 50 ക്വസ്റ്റിനിൽ. സിംപ്ലിഫിക്കേഷനും നമ്പർ സീരീസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു. മീൻ പ്രതീക്ഷയിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എക്സാം കുഴപ്പമില്ല, ക്വാണ്ട് എളുപ്പമായിരുന്നു. ജനറൽ അവയർനെസ് കൊടുത്തിട്ടുണ്ട്, അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഇംഗ്ലീഷും അത്യാവശ്യം കുറച്ച് പാടായിരുന്നു. റീസണിംഗ് നല്ല പാടായിരുന്നു. എത്ര അറ്റംപ്റ്റ് ഉണ്ട്? എല്ലാം കൂടെ 112 കൊടുത്തു. കുറെ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എക്സാം മാത്സും ഇംഗ്ലീഷും കമ്പാരിറ്റീവ്ലി നല്ല ഈസി ആയിരുന്നു. പിന്നെ GA ഞാൻ നോക്കിയില്ലായിരുന്നു. അതിന്റെ ഒരു ഇച്ചിരി ബഡ്ജറ്റ് നല്ല വെയിറ്റേജ് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ബഡ്ജറ്റിന് അത്രയും ക്വസ്റ്റ്യൻസ് വന്നില്ല. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വന്നുള്ളൂ ബഡ്ജറ്റിന്റെ. സന്തോഷ് ട്രോഫിയുടെ ഒക്കെ ചോദ്യം ചോദിച്ചായിരുന്നു. ഇത് കൂടാതെ ചോദിച്ചത് റീസണിങ് ഇച്ചിരി പാടായിരുന്നു. നല്ല കൺഫ്യൂസിംഗ് ആയിരുന്നു. ബസ്സിലൊക്കെ നല്ല കൺഫ്യൂസിംഗ് ആയിരുന്നു. പിന്നെ കോഡിംഗ് വന്നത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് മാക്സിമം ഒരു 15 ക്വസ്റ്റ്യൻസ് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിരുന്നു. ടൈം കിട്ടിയായിരുന്നു? ടൈം ഉണ്ടായിരുന്നു. ടൈം മോർ ദാൻ ഇനഫ് ഉണ്ടായിരുന്നു. പക്ഷേ റീസണിങ് മാത്രമാണ് ടൈം ബസ്സിൽ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റീ അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആസ്പിറൻസിനോട് ചോദിച്ചു വെച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി റീസണിംഗ് ആണ് കോൺസിനെക്കാളും ടഫാന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ഇംഗ്ലീഷും GA ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം.